50 കോടി പോലും സ്വന്തമാക്കാൻ സാധിക്കാതെ മോഹൻലാൽ, വിഷ്ണു മഞ്ജു, പ്രഭാസ് ചിത്രം കണ്ണപ്പ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോയിട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് കണ്ണപ്പ എന്ന് പറയുന്ന സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. വമ്പം പ്രതീക്ഷകളോടുകൂടി 2025 തിയേറ്ററിലെത്തിയ ചിത്രമാണ് കണ്ണപ്പ എന്ന് പറയുന്ന സിനിമ. തെലുങ്കിലെ സൂപ്പർ താരം പ്രഭാസും ബോളിവുഡിലെ സൂപ്പർ താരം അക്ഷയ് കുമാറും മലയാളത്തിലെ സൂപ്പർ താരം മോഹൻലാലും ഒക്കെ ഒന്നിച്ച ചിത്രമായിരുന്നു കണ്ണപ്പ എന്ന് പറയുന്ന സിനിമ. വിഷ്ണു മഞ്ജു കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രം ഏകദേശം 200 കോടിയോളം ബഡ്ജറ്റിലായിരുന്നു എത്തിയിട്ടുണ്ടായത്. ചിത്രത്തിന് ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ മുതൽ മോശം അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രം വമ്പൻ പരാജയം ഏറ്റുവാങ്ങുന്ന ഒരു കാഴ്ചയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ഭാഷയുടെ ഒരു സൂപ്പർ താരത്തിന് പോലും ചിത്രത്തിനെ കൈപിടിച്ചുയർത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ വസ്തുത. ഇപ്പോൾ ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമായിരിക്കുന്നത്. ചിത്രം കഴിഞ്ഞ ദിവസമായിരുന്നു ആമസോൺ പ്രൈം വീഡിയോസ് വഴി OTT വഴി റിലീസിന് എത്തിയിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ OTT റിലീസിന് ശേഷം ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകളൊക്കെ സ്കാനിംഗ് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രത്തിന് ഏകദേശം 42 കോടി 18 ലക്ഷം രൂപ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചതെന്നാണ് ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഒരിക്കലും ചിത്രം ഒരു സമ്പൂർണ്ണ പരാജയമായിട്ട് മാറി എന്ന് വേണം പറയാൻ. എന്തൊക്കെയാണ് ചിത്രത്തിന് OTT സ്ട്രീമിംഗ് ആരംഭിച്ച ശേഷം മികച്ച അഭിപ്രായങ്ങളൊന്നും തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല. എന്തൊക്കെയാണ് ചിത്രം OTT-ലും ബോക്സ് ഓഫീസിലും വമ്പ പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അപ്പം കണ്ണപ്പ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ.